ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും അണ്ടർ ദി സ്കൈ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇതാ നിലത്ത് വീണ് കിട്ടതല്ല, ഇത് പന്തലിലോട്ട് കയറിയ കുമ്പളത്തുനിന്ന് അതിൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റാതെ നിലത്ത് വീണപ്പോൾ ഞാൻ എടുത്തതാണ്. അപ്പം നമുക്കിന്നൊരു കുമ്പളം വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സദ്യ സ്റ്റൈലിലൊരു ഓലൻ ഉണ്ടാക്കാം. അപ്പോൾ അതിനാവശ്യമുള്ള 4 സംഭവങ്ങളാണ്. ഒന്ന് കുമ്പളം, പിന്നൊന്ന് പയർ, അച്ചിങ്ങ പയർ. അപ്പോൾ പയറും നമ്മളെ കൃഷിത്തോട്ടത്തിൽ തന്നെയുണ്ട്, പച്ചമുളക് അതും ഉണ്ട്, അതുപോലെ കറിവേപ്പിലയും. അപ്പോൾ എത്ര സന്തോഷം ഉണ്ടാവുമല്ലേ. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റംസൊക്കെ നമ്മളെ കൃഷിത്തോട്ടത്തിൽ നമുക്ക് പച്ചക്കറി പറിക്കാൻ പറ്റുമെങ്കിലല്ലേ. അപ്പം ഇത് കണ്ടിട്ടെങ്കിലും കുറച്ച് ആൾക്കാർ കൃഷി ചെയ്യണം കേട്ടോ. ഗ്രോ ബാഗിൽ ചെയ്തു കൊടുത്താൽ മതി. കണ്ടില്ലേ, ഞാനൊക്കെ ചെറിയ രീതിയിൽ ഗ്രോ ബാഗിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം. പുറത്തുനിന്ന് വാങ്ങിക്കാനാണെങ്കിൽ പല രീതിയിലുള്ള വിഷം അടിച്ചതും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ്. അതുകൊണ്ട് തന്നെ അപ്പം നമ്മൾ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതാണെങ്കിലോ അതിലേറെ സന്തോഷമല്ലേ. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇത് ഉണ്ടാക്കുന്ന രീതിയിലുള്ള വീഡിയോ കാണാം. അതിനു മുന്നേ കുറച്ച് അതിൻ്റെ ചെറിയ കൃഷീൻ്റെ ഒരു ഭാഗം മാത്രമേ ഞാൻ കാണിച്ചു തരുന്നുള്ളൂ. അതായത് പടവലവും അതുപോലെ കോവയ്ക്കയും. അപ്പം നമുക്ക് ആദ്യം തന്നെ എന്താണെന്ന് വെച്ചാൽ കുമ്പളം അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള പീസ് എടുത്താൽ മതി. അത്യാവശ്യം വലിപ്പമുണ്ട് ഇത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പീസ് മാത്രം എടുത്ത് നൈസായി അരിഞ്ഞു. നൈസായി അരിയാച്ചാൽ നല്ല രീതിയിൽ നേർത്തി അരിഞ്ഞെടുത്തു. ഇതാണ് നമ്മൾ ഓലൻ്റെ പീസാക്കുന്നത് അത്. അപ്പം ഇതുപോലെ അരിഞ്ഞ് കുക്കറിലിട്ട് അതിലോട്ട് അച്ചിങ്ങ പയറും അതുപോലെ നമ്മൾ മെഴുക്ക് പുരട്ടിയാക്കുന്ന രീതിയിലില്ലേ, ആ രീതിയിൽ കട്ട് ചെയ്ത് അതിലോട്ടിട്ട് 1/2 കപ്പ് മാത്രം വെള്ളം, 1/2 കപ്പ് വേണമെന്നില്ല, 1/4 കപ്പ് വെള്ളം എടുക്കുക. അത് ഒഴിച്ചു കൊടുക്കുക. പച്ചമുളക് കീറിയിടുക, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 2 വിസിൽ അടിച്ചാൽ മതി. 2 വിസിലടിച്ചത് ഓഫാക്കി അതിൻ്റെ പ്രഷറൊക്കെ പോയ ശേഷം മാത്രം അത് തുറന്ന് നോക്കുക. അപ്പം നന്നായി വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ആവശ്യമുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ് തേങ്ങാപ്പാൽ. 1-ാം പാൽ 2-ാം പാലും വെച്ചിട്ടും ആൾക്കാർ ഉണ്ടാക്കാറുണ്ട്. ഞാനിത് എല്ലാം കൂടി ഒരു കട്ടിപ്പാലാക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കുമെന്ന് നന്നായി തിളപ്പിക്കുന്നുണ്ട്. കാരണം പെട്ടെന്ന് ഈ ചൂട് സമയമല്ലേ, പെട്ടെന്നത് മോശമായിപ്പോവും. അതുകൊണ്ട് തന്നെ നന്നായി തിളപ്പിച്ചെടുത്ത് പിന്നെ അതിലൊരു രഹസ്യ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അതാണ് ഞാൻ ലാസ്റ്റ് വരെ കാണണം എന്ന് പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുട്ടുപൊടി അല്ലെങ്കിൽ മൈദപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലവർ, ഇതേത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളത്തിൽ അരിച്ചെടുത്ത് വെള്ളത്തിലായിട്ട് മിക്സ് ചെയ്ത് നമുക്കതിലോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സദ്യയിൽ കിട്ടുന്ന ആ ഒരു കൊഴുപ്പ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലാക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം പച്ച വെളിച്ചെണ്ണ നനച്ച് കൊടുത്താൽ മതി. നമ്മൾ കുമ്പളത്തിൻ്റെ ഓലൻ റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്